ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അങ്ങനെ ചായയും ഇഡ്ഡലിയും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് വെള്ളയപ്പമായിരുന്നു മേടിച്ചത്. വെള്ളയപ്പം കറിയും ഓക്കെ ആയിരുന്നു കേട്ടോ, കുഴപ്പമില്ലായിരുന്നു. ഇഡ്ഡലിയും വടയുണ്ടായിരുന്നു. അതിൽ വട കുഴപ്പമില്ലായിരുന്നു, ഇഡ്ഡലിയും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ കറി ചട്നിയാണ് ഞാൻ ആദ്യം വായിൽ വെച്ചത്. അത് തിന്നണ്ടില്ലായിരുന്നു എന്ന് തോന്നിപ്പോയി. സാമ്പാർ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങളൊരു ബിങ്കോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ലൈസ് പാക്കറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ഓരോരോ സമയമാകുമ്പോഴത്തേനും ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കിടന്ന് ഉറങ്ങി. ഇത്തിരി സമയം കഴിഞ്ഞിട്ടാണ് കുറേ നേരം ഉറങ്ങി. നല്ല ഉറക്കമായിരുന്നു ആൾ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ മഴയത്ത് എൻ്റെ അനിയൻ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ട് നിന്നു. ഞങ്ങളവിടെ ഇറങ്ങുമ്പോൾ വലിയ മഴയില്ലായിരുന്നു കേട്ടോ, പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ളത് കൊണ്ടുതന്ന ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഭാഗ്യമായി, കാരണം അവിടുത്തെ ഫുഡ് കഴിക്കാത്തതാണ് നല്ലത്. ഞങ്ങൾ ചോറും ചമ്മന്തിയും ഉപ്പേരിയും കോഴിമുട്ട പൊരിച്ചതൊക്കെ ആയിട്ട് ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷൻ എത്താനായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാം സെറ്റ് ചെയ്യാണ്, ഇറങ്ങാനുള്ള ഒരുക്കത്തിലാണ്. ഞങ്ങൾ ഇവിടുന്ന് രാവിലെ ട്രെയിൻ കയറിയിട്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേനൊക്കെ അവിടെ എത്തി കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ സ്റ്റേഷൻ എത്തി ഗൈസ്. ഞങ്ങൾ ഇറങ്ങാണ്, എല്ലാവരും ഇറങ്ങി. റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് പോകണം. മാമന് വണ്ടി ഏറ്റു വരും കേട്ടോ. ട്രാവലറായിട്ടാണ് മാമൻ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ കയറി പോകണം. ഫസ്റ്റ് ഞങ്ങൾ പള്ളിയിലേക്കാണ് പോകുന്നത്, എന്നിട്ട് മാമൻ്റെ വീട്ടിലേക്ക് പോകും. അതാണ് കേട്ടോ ഞങ്ങളെ വണ്ടി. അപ്പം നമ്മൾ വണ്ടി കയറാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും വണ്ടി കയറി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.